ഈ ചാപ്റ്ററിൽ നമുക്ക് അടുത്തായിട്ട് കാണുന്നതാണ് ദ തിയറീസ് ഓഫ് ബോണ്ടിങ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്. ഈ മെറ്റൽ ലിഗാൻഡ് തമ്മിലുള്ള ബന്ധം കുറെ മുമ്പേ വരെ, ഇപ്പോഴല്ല, ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങനെയാണ്? കാരണം എന്താണ്, നമ്മളൊരു മോളിക്യൂളിന്റെ ഫോമിൽ എടുത്ത് COCl3 6NH3. ഈ COCl3 ഇങ്ങനെയാണ് പഴയ കാലത്ത് ഫോമുല എഴുതിയിട്ടുണ്ടാവുക. COCl3 നമുക്കിപ്പോൾ അറിയാം അതിന്റെ ഫോമുല നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? CONH3 6 ടൈംസ്. അതിന്റെ ബോണ്ടിങ് നേച്ചർ അറിയുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇതിനു മുമ്പേ ഇങ്ങനെയാണ് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം. ഇത് COCl3 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്. ഒരു എലമെന്റ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് എന്തിനാണ്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനാണ്. ഓക്കെ, COCl3 സ്റ്റേബിൾ കോമ്പൗണ്ട്, അമോണിയ ഈസ് another stable compound. Then why these two stable compounds again combine together എന്നുള്ളായിരുന്നു പ്രശ്നം. മനസ്സിലായില്ലേ? COCl3 സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്, സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തു, കോബാൾട്ടും ക്ലോറിനൊക്കെ ചേർന്നിട്ട്. മറ്റേ ഭാഗത്ത് നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ സ്റ്റേബിൾ ആയി. പിന്നെ രണ്ട് സ്റ്റേബിൾ കോമ്പൗണ്ട് പിന്നെയും ജോയിൻ ചെയ്തപ്പോഴാണ് കൺഫ്യൂഷൻ ആയത്. അപ്പൊ അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പഠിച്ച ഒരാളാണ് നമ്മുടെ ഫേമസ് ആൽഫ്രഡ് വെർണർ. Alfred Werner is a famous scientist who obtained the Nobel Prize in Chemistry of 1940. 1914 കെമിസ്ട്രി നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. അയാൾ നോബൽ പ്രൈസിന്റെ ആധാരമായ പഠനം ഇതിനെപ്പറ്റിയാണ്, ദി സ്റ്റഡി ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റിയുള്ള പഠനത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ആൽഫ്രഡ് വെർണർ. അതിന് മുമ്പേ ആർക്കും കിട്ടിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് 1901 മുതലാണ് നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത്. 13 വർഷവും ഓർഗാനിക് കെമിസ്ട്രിക്കും ഫിസിക്കൽ കെമിസ്ട്രിക്കുമാണ് മാറി മാറി കിട്ടിക്കൊണ്ടിരുന്നത്. 1914 മിക്കവാറും 1914 ആദ്യമായിട്ട് നമ്മുടെ ആൽഫ്രഡ് വെർണറിന് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ആദ്യമായിട്ട് PhD അല്ല, നോബൽ പ്രൈസ് കിട്ടിയത്. മനസ്സിലായില്ല? അപ്പൊ അദ്ദേഹം അതിനെപ്പറ്റി കുറെ സ്റ്റഡീസ് ഒക്കെ നടത്തി. അതിനെ വിശദീകരിച്ച് ഒരുപാട് ചരിത്രമൊക്കെ പറയാനായിരുന്നു, സമയമൊന്നുമില്ല. ഈ പ്രപ്പോസ്ഡ് ദ ഫോളോയിങ് ഐഡിയാസ്. ഈ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന മിക്കവാറും മെറ്റൽസ് ആണ്, അതോ ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. ഈ പറഞ്ഞ മെറ്റൽസിന് രണ്ട് ടൈപ്പ് വാലൻസ് ഉണ്ട്, which is have two types of. അദ്ദേഹം ആൽഫ്രഡ് വെർണറിന്റെ സജഷൻ ആണ് have two types of valencies. വാലൻസി നമുക്ക് കൃത്യമായിട്ട് അറിയാം. പ്രൈമറി വാലൻസി ആൻഡ് സ്വാഭാവികമായിട്ട് എടുക്കുന്നതായിരിക്കും സെക്കൻഡറി വാലൻസി. ഈ രണ്ട് ടൈപ്പ് വാലൻസി ഉണ്ട്. ആർക്ക്? മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് ഹാവ് ടു ടൈപ്സ് ഓഫ് വാലൻസീസ്. പ്രൈമറി വാലൻസി എലമെന്റ്സ് അദ്ദേഹം പറഞ്ഞു, ഓൾ എലമെന്റ്സ് ഹാവ് ടു ടൈപ്സ് ഓഫ് വാലൻസി. എലമെന്റ്സിന്റെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഹാവ് ടു ടൈപ്സ് ഓഫ് വാലൻസീസ്, പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. And he also proposed that the primary valency primary valency is satisfied by anions. Primary valency is satisfied metals ne പറ്റി പറഞ്ഞു. ഈ മെറ്റൽസ് പ്രൈമറി വാലൻസി ഉണ്ട്, സെക്കൻഡറി വാലൻസി ഉണ്ട്. ഈ മെറ്റൽസിന്റെ പ്രധാനമായിട്ട് നമുക്ക് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ട്രാൻസിഷൻ മെറ്റൽസ് ആണ്. അല്ലാതെ ഫോം ചെയ്യുന്നതിന്റെ വേറെ കാര്യം എന്തായാലും ശരി. പ്രൈമറി വാലൻസി is satisfied by anions and secondary valency is satisfied by either anions or neutral molecules or in very rare cases also with the cations. അപ്പോൾ cations ആവാം, ligands cations ആവാം, anions ആവാം, neutral molecules ആവാം. And the primary valency is a ionizable, whereas the secondary valency is a not ionizable. അത് അദ്ദേഹത്തിന്റെ വേറൊരു പ്രപ്പോസലാണ്. അപ്പോൾ അത് തന്നെ മെറ്റൽസ് ഹാവ് ടു ടൈപ്സ് ഓഫ് വാലൻസീസ്, പ്രൈമറി വാലൻസീസ് ആൻഡ് സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. പ്രൈമറി വാലൻസി, the metals satisfy the primary valency by combination with the anions,
whereas secondary valency is satisfied by either anions or neutral molecules, and in rare cases with cations. And also in that case he proposed that in doing so anions may do the duty of both, that is by they will satisfy primary valency and secondary valency simultaneously. ചില കേസിലെങ്കിലും ഈ ആനയോൺസിനെ ഒരേ സമയത്ത് മെറ്റലിന്റെ പ്രൈമറി വാലൻസിയെയും സെക്കൻഡറി വാലൻസിയെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നും വെർണർ പറഞ്ഞു. ഓക്കെ, that is you can do the dual role of satisfying both primary and secondary valencies. Primary valency is ionizable, whereas secondary valency is not ionizable. Okay. Then another point is that the primary valency is a non-directional. Non-directional means ഒരു മെറ്റൽ ആയിട്ടും അതിന് പ്രൈമറി വാലൻസി ഏത് ഡയറക്ഷൻ തെക്കോട്ടാണോ വടക്കോട്ടാണോ എന്ന് പറയാൻ പറ്റില്ല, ഏത് ഡയറക്ഷൻ ആവാം. But the secondary valency is directed to certain points in space. കൃത്യമായിട്ടൊരു ഡയറക്ഷനിലായിരിക്കും ഒരു സെക്കൻഡറി വാലൻസി. ഇപ്പം മനസ്സിലായിട്ട് ഒരു മെറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഒരു ആനയോൺ ഉണ്ടെങ്കിൽ, ആനയോൺ കരുതോ, ഇത് സെക്കൻഡറി വാലൻസി ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. കൃത്യമായിട്ട് ഈ ഭാഗത്താണോ എന്ന് കൃത്യമായിട്ട് പറയാം. യു ഡയറക്റ്റഡ് to certain points in space, whereas if it is simply satisfying the primary valency, it can be anywhere around the metal ion. Metal ion ചുറ്റും എവിടെയെങ്കിലും ആവാം അതിന്റെ സ്ഥാനം. പക്ഷേ സെക്കൻഡറി വാലൻസി ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം ഫിക്സഡ് ആണ്. സോ പറഞ്ഞാല് primary valency is non-directional, whereas secondary valency is directional. Okay, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ പോയിന്റ്, as metals have in coordination compounds, the metals have two types of valencies, primary valency and secondary valency. Primary valency is usually satisfied by combination with anions, whereas secondary valency can be satisfied either with anions or neutral molecules, and in some cases with cationic molecules. Cations. Primary valency, കൂട്ടത്തിൻ്റെ ഒരു പോയിന്റ് കൂടി, an anion may do the dual role of satisfying both the primary valency and the secondary. Anion may, നിർബന്ധമൊന്നുമില്ല, ചില കേസിൽ ആനയോൺസ് ഒരേ സമയത്ത് പ്രൈമറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യും, സെക്കൻഡറി വാലൻസിയും സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെന്താണ്, primary valency is ionizable, whereas secondary valency is not ionizable. Primary valency is non-directional, whereas secondary valency is directional. ഇതൊക്കെയാണ് വെർണറിന്റെ പ്രധാനപ്പെട്ട തിയറീസ്. നമുക്ക് നോക്കാം. അദ്ദേഹം സ്റ്റഡി ചെയ്ത കോമ്പൗണ്ട്സ്, അദ്ദേഹം ഉണ്ടാക്കിയ കോമ്പൗണ്ട് ഒന്നില്ലെങ്കിലും പല ടൈപ്പ് കോമ്പൗണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ അന്നത്തെ കാലത്ത് ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്ന കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഇതിന്റെ പ്രത്യേകത കണ്ടത് COCl3 6n3 ഉണ്ട്, 5 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, if you take this compound you can see that cobalt has two types of valencies. എന്തൊക്കെയാണ്? primary valency satisfied by the anions. 3 ക്ലോറൈഡ് ഉണ്ട് primary valency, കാരണം cobalt 3 ആണ്, 3 ക്ലോറൈഡ് ഉണ്ട്. ഈ ഹാർമോണിയൽ റോൾ എന്താണ്? to satisfy the secondary valency. primary valency is ionizable. നമുക്കറിയാം, വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ ക്ലോറൈഡ് അയോൺ ഫ്രീ ആവും. secondary valency is not ionizable. കോബാൾട്ടിനോട് അമോണിയ ചേർന്ന് നിൽക്കും, അത് അയണൈസ് ചെയ്യില്ല. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? primary valency can be satisfied by anions, secondary valency by neutral molecules or anions, and some of the anions may do the dual role of satisfying both the primary and secondary valencies. അതൊക്കെ ഇവിടെ കാണും. നമുക്കറിയാം COCl3 കാരണം കൊബാൾട്ടിന്റെ സെക്കൻഡറി വാലൻസി നമുക്ക് ആദ്യം മനസ്സിലാക്കുക. ഇത് പ്രൈമറി വാലൻസി 3 ആണ്, സെക്കൻഡറി വാലൻസി 6 ആണ്. ഈ 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ 3 ക്ലോറൈഡ് ഉണ്ട് ആനയോൺസ്. ഈ 6 വാലൻസി സാറ്റിസ്ഫൈ 6 അമോണിയ ഉണ്ട്. അടുത്ത കോമ്പൗണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ്? 5NH3 ഉള്ളൂ. കൊബാൾട്ടിന്റെ
സെക്കൻഡറി വാലൻസി എത്രയാണ്? 6 ആണ്. 5 അമോണിയ ഉള്ളതിൽ എന്ത് ചെയ്യും? ഇതിലുള്ള ഒരു ക്ലോറൈഡ് 2 റോളും ഒരേ സമയത്ത് എടുക്കും. എന്താണ്? ഓഫ് കോഴ്സ് ഓൾ ദ 3 chlorides are there to satisfy the primary valence. ഇതിലെല്ലാം പ്രൈമറി വാലൻസി 3 ആണ്, 3 ക്ലോറൈഡ് ഉണ്ട്. പക്ഷെ ഇവിടെ അമോണിയന്റെ എണ്ണം കുറഞ്ഞപ്പോഴേ ഒരു അമോണിയന്റെ അഭാവം ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ഒരു ക്ലോറൈഡ് അയോൺ എന്ത് ചെയ്യുന്നു? സെക്കൻഡറി വാലൻസി കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ബോത്ത് പ്രൈമറി വാലൻസി. അപ്പൊ ഈ 3 ക്ലോറൈഡില് 2 ക്ലോറൈഡ് പ്രൈമറി വാലൻസിയും മാത്രം സാറ്റിസ്ഫൈ ചെയ്യാനാണ്. മൂന്നാമത്തെ ക്ലോറൈഡ് പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും സാറ്റിസ്ഫൈ. നമുക്ക് ഇപ്പോൾ അറിയാതെ എന്താണ്? CONH3 6 times Cl3 എന്നുള്ള കോമ്പൗണ്ട് ആണ് ഇത്. ഇതോ CONH3 5 times Cl2 എന്നുള്ള കോമ്പൗണ്ട് ആണ് ഇത്. മനസ്സിലായില്ലേ? 5 അമോണിയ 3 ക്ലോറൈഡ്. ഈ ഒരു ക്ലോറൈഡ് കണ്ട, ഒരു ക്ലോറൈഡിനുള്ളിൽ വന്ന് ആ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലേക്ക് വന്ന് എന്താ അർത്ഥം? ദിസ് ക്ലോറൈഡ് ഈസ് സാറ്റിസ്ഫൈയിങ് both the primary valency and secondary. കാരണം കോമ്പൗണ്ട് 3 കയറ്റാണ്, 3 ചാർജിന്റെ 3 ക്ലോറൈഡ് ഉണ്ട്. അപ്പൊ എന്തായാലും ക്ലോറൈഡ് ഈസ് സാറ്റിസ്ഫൈയിങ് ദ സെക്കൻഡ് പ്രൈമറി വാലൻസി. ഉറപ്പാണ് 3 ക്ലോറൈഡും പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ക്ലോറൈഡ് ഒരു റോളും കൂടി ഉണ്ട്. എന്താണ്? ടു സാറ്റിസ്ഫൈ ദ സെക്കൻഡറി വാലൻസി. ഇവിടെ എത്തുമ്പോഴോ അതിന് വളരെ ക്ലിയർ ആണ്. തെളിയുന്നില്ലല്ലോ. CONH3 4 times Cl2 Cl എന്നായി മാറി. ഇതിവിടെ 4 അമോണിയ ഉള്ളൂ. കൊബാൾട്ടിന്റെ സെക്കൻഡറി വാലൻസി 6 ആയതുകൊണ്ട് ഈ പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്ത 3 ക്ലോറൈഡില് 2 ക്ലോറൈഡിന്റെ റോള് മാറി. എന്താണ്? സാറ്റിസ്ഫൈ ബോത്ത് ദി പ്രൈമറി വാലൻസി ആൻഡ് സെക്കൻഡറി വാലൻസി. ഈ ക്ലോറൈഡിനൊക്കെ റോളിൽ എന്താണ്? പ്രൈമറി വാലൻസി മാത്രമേ. ഇവിടെ എത്തുമ്പോൾ എല്ലാ ക്ലോറൈഡിനും എല്ലാ 3 ക്ലോറൈഡിനും ഡ്യുവൽ റോൾ ഉണ്ട്. എന്താണ്? സാറ്റിസ്ഫൈ ബോത്ത് ദി പ്രൈമറി വാലൻസി ആൻഡ് ദി സെക്കൻഡറി വാലൻസി. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിൽവർ നൈട്രേറ്റ് ഒഴിച്ച് ഈ സൊല്യൂഷനിലേക്ക് സിൽവർ നൈട്രേറ്റ് ഇത് വെള്ളത്തിൽ ലയിക്കുമല്ലോ. ഒന്നാമത്തെ കാര്യം എന്താണ്? ദാറ്റ് ഈസ് നോട്ട് അയോണിക്. അതിന് അയോണിക്കേ അല്ല, ഇത് അയോണിക് ആണ്. ഇതെങ്ങനെ അയോണൈസ് ചെയ്യും? ഇത് പ്ലസും ഇത് Cl മൈനസും ആയിട്ട് ഇത് 2 പ്ലസും ഇത് 2 Cl മൈനസും ആയിട്ട് അയണൈസ് ചെയ്യും. ഇത് 3 പ്ലസും 3 ക്ലോറൈഡ് അയോണുമായിട്ട് അയണൈസ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, സമയം വളരെ കുറവാണ്. ഇങ്ങനെ അയണൈസ് ചെയ്യുമ്പോൾ ഈ 3 ക്ലോറൈഡും അയോണായിട്ട് വെള്ളത്തിലേക്ക് പോകും. സെക്കൻഡറി വാലൻസി ഈസ് നോട്ട് അയണൈസബിൾ ബട്ട് പ്രൈമറി വാലൻസി. ഇത് 3 ക്ലോറൈഡും പ്രൈമറി വാലൻസി മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതുകൊണ്ട് അത് പൂർണ്ണമായും അയണൈസ് ചെയ്യും. നമ്മൾ സിൽവർ നൈട്രേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ 3 ഇക്വാലൻസ് ഓഫ് സിൽവർ ക്ലോറൈഡ് നമുക്ക് അതിൽ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്ലോറൈഡ് ഇതിനുള്ളിലില്ല. അതുകൊണ്ട് തന്നെ അതിൽ മൊത്തം ക്ലോറൈഡിന്റെ 3 ക്ലോറൈഡും പൂർണ്ണമായി 3 ഇക്വാലൻസ് ഓഫ് ക്ലോറൈഡ് ക്യാൻ ബി പ്രിസിപ്പിറ്റേറ്റഡ് ബൈ ആഡിങ് സിൽവർ നൈട്രേറ്റ്. മനസ്സിലായില്ലേ? ഓർ ഇഫ് യു കൗണ്ട് ദി നമ്പർ ഓഫ് അയോൺസ് ഫോം ചെയ്യുന്നെങ്കിൽ 1, 3, 4 അയോൺസ് ഫോം ചെയ്യും. കണ്ടക്ടിവിറ്റി വെച്ച് നമുക്ക് അയോൺസ് 2 എടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? 4 അയോൺസ്, 3 ക്ലോറൈഡ് അയോണും ഒരു 3+ അയോൺ. നേരെ ഇവിടെ എത്തുമ്പോഴോ 2 ക്ലോറൈഡ് അയോണും ഒരു 2+ അയോൺ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ ക്ലോറൈഡ് ഇതിന്റെ ഉള്ളിലാണ്. നമ്മൾ സിൽവർ നൈട്രേറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഈ ക്ലോറൈഡ് 2 ഇക്വലൻസ് ഓഫ് ക്ലോറൈഡ് മാത്രമേ precipitate ചെയ്യൂ, മറ്റേ ക്ലോറൈഡ് precipitate ചെയ്യില്ല. ദിസ് ക്ലോറൈഡ് ഈസ് നോൺ അയണൈസബിൾ. സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്തതിനാൽ ദാറ്റ് ഈസ് നോൺ അയണൈസബിൾ. അത് കൊബാൾട്ടിന്റെ കൂടെ ചേർന്ന് നിൽക്കും, ഒരിക്കലും പുറത്തേക്ക് പോകില്ല. കാരണം എന്താണ്? ദാറ്റ് ഈസ് സാറ്റിസ്ഫൈയിങ് ദി സെക്കൻഡറി വാലൻസി ഓൾസോ. ഇവിടെ എത്തുമ്പോൾ ഈ 2 ക്ലോറൈഡ് കൊബാൾട്ടിനോട് വളരെ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. കാരണം എന്താണ്? ഇറ്റ് സാറ്റിസ്ഫൈ ബോത്ത് ദി പ്രൈമറി വാലൻസി ആൻഡ് ദി സെക്കൻഡറി വാലൻസി. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈയിങ് ദി സെക്കൻഡറി വാലൻസി, we can say it is a not ionizable. Only one of the 3 chlorides are ionizable, and if it is dissolved in water, you can see that only 2. ഇവിടെ 4 അയോൺസ്, 3 1 4, ഇവിടെ 2 1 3, ഇവിടെ 1 1 2 അയോൺസ് മാത്രമേ ഉണ്ടാവും. കണ്ടക്ടിവിറ്റി കുറയും. പിന്നെയും ഇവിടെ എത്തുമ്പോഴോ വെള്ളത്തിൽ ലയിക്കുകയില്ല. ദാറ്റ് ഈസ് എ നോൺ അയോണിക്. ഓൾ ദി 3 chlorides are not ionizable. ഇല്ലേ? സിൽവർ നൈട്രേറ്റ് ചേർക്കേണ്ട ആവശ്യം, വെള്ളത്തിൽ ലയിച്ചാലേ ചേർത്തോക്കേണ്ട ആവശ്യമുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് സോല്യുബിൾ ഇൻ വാട്ടർ. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇതൊക്കെ വെറുതെ സ്റ്റഡീസിന് കിട്ടിയ കാര്യങ്ങളാണ്. പിന്നീട് ഈ ഫോമിൽ ഇങ്ങനെയാണ്. ഇങ്ങനത്തെ ഫോമിൽ എഴുതാൻ പറ്റില്ലായിരുന്നു.
മനസ്സിലായില്ലേ? ഏകദേശം ഐഡിയ വന്നപ്പോഴാണ് ഇങ്ങനെ ഫോം ചെയ്യുന്നത് തുടങ്ങി. കാരണം സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അത് കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലേക്ക് വരും. അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് ബോണ്ട് ഫോം ചെയ്യാനുമായിട്ട് മെറ്റലായിട്ടുമായിട്ട്. മറ്റേത് വെറുതെ നമ്മുടെ സോഡിയം ക്ലോറൈഡ് പോലെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. വെള്ളത്തിലേക്കുള്ളത് രണ്ട് വഴിക്ക് പോകും. ഈ ക്ലോറൈഡ് ഇവിടെ 3 ക്ലോറൈഡ്, ഇവിടെ 2 ക്ലോറൈഡ്, ഇവിടെ 1 ക്ലോറൈഡ്, ഇവിടെ ക്ലോറൈഡേ ഇല്ല. And 3 equivalents of chloride can be precipitated from COCl3 6NH3. 2 equivalents of chloride only can be precipitated from COCl3 5NH3 because 1 chloride is satisfying the secondary valency also. And when you come to COCl3 4NH3, only 1 chloride can be precipitated. 2 chlorides are satisfying the secondary valency also. And when we come to COCl3 3NH3, all the 3 chlorides are not ionizable and it is not soluble in water. It is a non-ionic compound. The ionic ആണ്, ഇത് non-ionic ആണ്. Ions രണ്ടും നോക്കുക. 3 1 4, 2 1 3, 1 1 2 0. 0 ions, 2 ions, 3 ions, 4 ions. ഓക്കെ. അപ്പോൾ ഇതൊക്കെ വെർണറിന്റെ സ്റ്റഡിയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ്. മെറ്റൽസിന് 2 ടൈപ്പ് വാലൻസി ഉണ്ട്. പ്രൈമറി വാലൻസും സെക്കൻഡറി വാലൻസിയും. പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന അയോൺസ് ആണ്. സെക്കൻഡറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അനയോൺസോ അല്ലെങ്കിൽ എന്താണ് ന്യൂട്രൽ മോളിക്യൂൾസോ ആണ്. പിന്നെന്താണ് ചിലപ്പോൾ അനയോൺസ് ഒരേ സമയത്ത് തന്നെ 2 റോളും സ്വീകരിക്കും. സാറ്റിസ്ഫൈ ബോത്ത് ദി പ്രൈമറി വാലൻസി ആൻഡ് ദി സെക്കൻഡറി വാലൻസി. പിന്നെന്താണ് പിന്നെ പറഞ്ഞത് യെസ് പ്രൈമറി വാലൻസി ഈസ് അയണൈസബിൾ whereas secondary valency is not ionizable. Okay. Primary valencies are non-directional whereas secondary valencies are directional. And since secondary valencies are directional, yes, this molecule can have a fixed shape and tetrahedral square. അങ്ങനെ വരാൻ കാരണം എന്താണ്? അത് ഓരോ ഡയറക്ഷനിലും മെറ്റലിന്റെ ചുറ്റും 4 ലിഗൻഡ്സ് ഉണ്ട്. ആ 4 ലിഗൻഡ്സ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കുക സ്ക്വയർ പ്ലാനർ ആണ്. അതേസമയത്ത് 4 ലിഗൻഡ്സ് ഇങ്ങനെ നിൽക്കുകയാണെങ്കിലോ അത് ടെട്രാഹെഡ്രൽ ആണ്. മനസ്സിലായില്ലേ? ടെട്രാഹെഡ്രൽ ആയി തന്നെ ഇരിക്കും. കാരണം എന്താണ്? ഈ ലിഗൻഡുമായിട്ടുള്ള ബന്ധം ഡയറക്ഷനിലാണ്, അത് മാറുന്നില്ല. മറ്റേന്താണ് നമുക്കറിയാം NaCl സോഡിയത്തിന്റെ ഏത് ഭാഗത്ത് ക്ലോറൈഡ് ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഉത്തരവില്ല. ക്രിസ്റ്റൽ ഓഫ് കോഴ്സ് ക്രിസ്റ്റല് എന്തുണ്ടാവും? 6 ചുറ്റും 6 ക്ലോറൈഡ് ഉണ്ടാവും. അത് ഇങ്ങോട്ടാണോ കുറച്ച് മേലോട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ 6 ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള 6 ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും. അതിന് പ്രത്യേക ഡയറക്ഷൻ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ബിക്കോസ് എ sodium chloride molecule can is existing by simply the electrostatic attraction between sodium ions and chloride ions. And electrostatic attraction is non-directional. മനസ്സിലായില്ലേ? നിങ്ങൾ വന്നാലും ഇവിടുന്ന് വന്നാലും എല്ലാം ഡയറക്ഷൻ, എല്ലാം അട്രാക്ഷൻ ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? ഒരു മാഗ്നറ്റ് ഇരുമ്പിന്റെ നമ്മൾ ഇരുമ്പോട് വെച്ച് മാഗ്നറ്റ് ഇങ്ങനെ ഉണ്ടെന്നാലും പിടിക്കും, ഇങ്ങനെ ഉണ്ടെന്നാലും പിടിക്കും, ഇങ്ങനെ ഉണ്ടെന്നാലും പിടിക്കും, ഇങ്ങനെ ഉണ്ടെന്നാലും പിടിക്കും. അപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് എ നോൺ ഡയറക്ഷണൽ. പക്ഷെ സെക്കൻഡറി വാലൻസി അങ്ങനെയല്ല. സെക്കൻഡറി വാലൻസീസ് ആർ ഡയറക്റ്റഡ് ടു certain points in space. സ്പേസിൽ കൃത്യമായ ഡയറക്ഷൻ. If it is directed to the 4 corners of a square, we get a square planar complex. If it is directed towards the 4 corners of a tetrahedron, you get a tetrahedral complex. What's the point? അപ്പോൾ അതാണ് വെർണേഴ്സ് തിയറി പറയുന്നത്. ഇപ്പോൾ അധികം വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കൂടുതലും ചരിത്രപരമായ ഇമ്പോർട്ടൻസ് ആണുള്ളത്. എന്നാലും മനസ്സിലാക്കി വെക്കുന്ന സിലബസിലെ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ആൾ അതിനോട് ചേർന്ന് വരുന്ന വേറൊരാളാണ് സിഗ്വിക്. സൈലന്റ് ആയിട്ടുള്ള സിഗ്വിക്സ് തിയറി. സിഗ്വിക്സ് പറയുന്നത് ഈ സെക്കൻഡറി ഈ ശ്രദ്ധിക്കുക, അതിനോട് ഒരു പോയിന്റ് ഇട്ട് ഈ പറഞ്ഞ സെക്കൻഡറി വാലൻസിയാണ് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് വിളിക്കുന്നത് കോഓർഡിനേഷൻ നമ്പർ. ആ മറന്നോടാ, സെക്കൻഡറി വാലൻസി പണ്ടൊരു കോഓർഡിനേഷൻ നമ്പർ അല്ലേ? കൊബാൾട്ടിന്റെ കോർഡിനേഷൻ നമ്പർ ഈ നേരത്തെ പറഞ്ഞ COCl3 4NH3 ആയാലും 3NH3 ആയാലും 2NH3 ആയാലും ഒക്കെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഈ 6 കിട്ടാൻ വേണ്ടി 6 അമോണിയ ഉണ്ടെങ്കിൽ 6 അമോണിയ എടുക്കും. 5 അമോണിയ ഉണ്ടെങ്കിലോ ഒരു ക്ലോറൈഡിനും കൂടി 6 ആക്കാൻ എടുക്കും. 4 അമോണിയ ഉണ്ടെങ്കിലോ 2 ക്ലോറൈഡിനെ കോർഡിനേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കോഓർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. സെക്കൻഡറി വാലൻസി വാസ് ലേറ്റർ കോൾഡ് കോഓർഡിനേഷൻ നമ്പർ. ആ പേരും മറന്നു വേണ്ട. കോർഡിനേഷൻ നമ്പർ സെക്കൻഡറി വാലൻസി ഒന്നാണെന്ന് മനസ്സിലാക്കുക. മറ്റേത് ശരിക്കും പറഞ്ഞതിന്റെ ഓക്സിഡേഷൻ നമ്പറാണ്. ഏത്? പ്രൈമറി വാലൻസി COCl3. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എടുക്കില്ലേ? COCl3 6NCO NH3 6 times Cl3 എന്ന് പറഞ്ഞാല് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ 3 ആണ് അല്ലേ? CO NH3 6 times Cl2 എന്ന് പറഞ്ഞാല് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ 2 ആണ്. അതാണ് അതിന്റെ പ്രൈമറി വാലൻസി. നമ്മുടെ ബർണർ പറഞ്ഞത് പ്രൈമറി വാലൻസി
is the oxidation number and secondary valency is the coordination number. മറന്നുകൊണ്ടാ മനസ്സിലായില്ലേ? പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കോംപ്ലക്സിലെ, സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ കോർഡിനേഷൻ നമ്പർ ആണ്. അതാണ് നേരത്തെ പറഞ്ഞാല് എത്തിരി ഡയമണ്ട് വരുമ്പോൾ ഒരു എത്തിരി ഡയമണ്ട് രണ്ട് പ്രൈമറി സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്, രണ്ട് കോർഡിനേഷൻ നമ്പർ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് 6 അമോണിക് പകരം 3 എത്തിരി ഡയമണ്ട് മതിയാവുന്നത്. If it is hexadentate ligand, only one ligand is sufficient to satisfy all the six secondary valencies or all the 6 coordination numbers. EDT ആണെങ്കിൽ cobalt EDT കോംപ്ലക്സ് ആണെങ്കിൽ ഒരു കോബാൾട്ടിനെ ഒരു EDT വേണ്ടു. കാരണം എന്താണ്? EDT is a hexadentate ligand. It can coordinate through 6 points. 6 പോയിന്റ്സിൽ കൂടി വരെ മെറ്റലുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. That's why it is called a hexadentate ligand and that can have a 1:1 complex with many metals. ഞാൻ നേരത്തെ വീണ്ടും പറയുന്നത് കോർഡിനേഷൻ നമ്പർ പ്രധാനമായത് 4ഉം 6ഉം ആണ്. മറ്റു നമ്പേഴ്സും ഇല്ല എന്നല്ല. 5 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 8 ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ കൂടുതൽ എക്സാമ്പിൾ പറയുമ്പോൾ ഒക്കെ 4, 6 തന്നെ വരും. കാരണം എന്താണ്? മോസ്റ്റ് കോമൺ കോർഡിനേഷൻ നമ്പർ 6ഉം പിന്നെ 4ഉം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ സിഗ്മയ്ക്ക് എന്താ പറയുന്നത്? സിഗ്മയ്ക്ക് പറയുന്നത് ഇങ്ങനെ ലിഗാൻഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദി ലിഗാൻഡ് ആറ്റം ഹാസ് some lone pairs of electrons. ഇപ്പം ഏതേലും അമീനോ അല്ലെങ്കിൽ അമോണിയയോ ഇതിനൊക്കെ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണ് മെറ്റലുമായിട്ട് ഒരു കോഓർഡിനേറ്റ് ബോണ്ട് ഫോം ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? That is donated to the metal in such a way that there is a coordinate bond formed between the donor atom of the ligand and the metal. മനസ്സിലായില്ലേ? Metal forms a coordinate bond and this coordinate bond is not much different from the conventional covalent bond. എന്താ വ്യത്യാസമുള്ളത്? കോവലന്റ് ബോണ്ടിൽ 2 ആറ്റങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എയുടെ ഒരു ഇലക്ട്രോണും ബിയുടെ ഒരു ഇലക്ട്രോണും ഇൻവോൾവ് ആവുന്നത്. കോർഡിനേറ്റ് ബോണ്ടിലാണെങ്കിൽ ഒന്നുകിൽ ബിയുടെ 2 ഇലക്ട്രോൺ എയിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ എയുടെ 2 ഇലക്ട്രോൺ ബിയിലേക്ക് കൊടുക്കുന്നു. രണ്ടായാലും an electron pair is shared between A and B. Here also an electron pair is shared between A and B. No difference, but originally these 2 electrons were belonging to one each for each of the metal, the covalent bond, whereas it was belonging to one of the 2, either A or B of the 2. Here in this coordinate bond you can see that the ligand is the donor and the metal is the acceptor. Always metal acceptor ആണ്, ligand donor ആണ്. ligand electron pair ആര് കൊടുക്കും? മെറ്റലിന് കൊടുക്കും. എങ്ങനെ കൊടുക്കും? വരിയും കൊടുക്കുമല്ല, ത്രൂ ദി ഫോർമേഷൻ ഓഫ് എ കോർഡിനേറ്റ് ബോണ്ട്. അതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. നമ്മൾ പറയുന്നത് കോർഡിനേറ്റ് ബോണ്ടാണ് അതിലുള്ളത്. ഇലക്ട്രോൺ, ഇതൊക്കെ നമുക്ക് അറിയാമോ കാര്യങ്ങൾ? യെസ്, ഇലക്ട്രോൺ പെയർ ഫ്രം സം ഓഫ് ദി ആറ്റംസ് ഓഫ് ദി ലിഗാൻഡ് മോളിക്യൂൾ ഒരുപാട് ആറ്റങ്ങളുണ്ട്. ഇത്തിരി ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ഒക്കെ ഉണ്ട്. നൈട്രജൻ ആണ് ലോൺ പെയർ കയ്യിലുള്ള കക്ഷി. ആ ലോൺ പെയർ ആർക്ക് കൊടുക്കുന്നു? മെറ്റലിന് കൊടുക്കുന്നു. എങ്ങനെ കൊടുക്കുന്നു? ത്രൂ ദി ഫോർമേഷൻ ഓഫ് എ കോർഡിനേറ്റ് ബോണ്ട്. And he also proposed that this number of these electrons that is accepted by the metal increases the number of electrons around the metal. Metal neutral electrons വളരെ കൂട്ടി. And you can see that in such a case the total number of electrons that is possessed by the metal. മെറ്റലിന് സ്വന്തമായി നേരത്തെ കുറെ ഇലക്ട്രോൺ ഉണ്ട്, അതിന്റെ കൂടെ ലിഗാൻഡ്സ് കിട്ടുന്ന ഇലക്ട്രോൺ കൂടി കൂട്ടിക്കഴിയുമ്പോൾ കുറച്ച് വലിയ നമ്പർ ആവും. ആൻഡ് ദാറ്റ് നമ്പർ ഈസ് കോൾഡ് ദി ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഓഫ് ദി മെറ്റൽ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കോംപ്ലക്സ്. ആ കോംപ്ലക്സിലെ അതിന്റെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ആരത്? മെറ്റലിന്റെ, സെൻട്രൽ മെറ്റലിന്റെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എന്താണ്? ആ മെറ്റലിൽ നേരത്തെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രോൺസും ലിഗാൻഡ്സ് ഒക്കെ ഇങ്ങനെ കുറെ കൊടുത്തു. നമ്മളെ നേരത്തെ കുറെ കാശുണ്ട്, കൂട്ടുകാർക്ക് കുറെ കാശ് എന്താ 2 കൂടി കൂട്ടി ഒരുപാട് കൂടുതലായി എന്ന് പറഞ്ഞ പോലെ ലിഗാൻഡ്സ് ഒക്കെ എല്ലാ ലിഗാൻഡ്സ് 2 ഇലക്ട്രോൺസ്. മനസ്സിലായില്ലേ? മോണോഡെന്റിക് ലിഗാൻഡ് 2 ഇലക്ട്രോൺ, ബൈഡെന്റിക് ലിഗാൻഡ് 4 ഇലക്ട്രോൺ, ട്രൈഡെന്റിക് 6 ഇലക്ട്രോൺ എത്രങ്ങളാവട്ടെ ഈ കൊടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓരോ കോർഡിനേഷൻ നമ്പറിനും ആനുപാതികമായിട്ട് 2 ഇലക്ട്രോൺസ് കൂടുതൽ കിട്ടിക്കഴിയുമ്പോൾ ആ മെറ്റലിലേക്കുള്ള ടോട്ടൽ ഇലക്ട്രോൺസിന്റെ എണ്ണത്തെയാണ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എന്ന് വിളിച്ചത്. ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ.
And Sidgwick also suggested that this number will tend to almost in all cases to tend to the atomic number of an inert gas. Inert gas അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്. ഈ നോബിൾ ഗ്യാസിന്റെ അറ്റോമിക് നമ്പറിന് തുല്യമായി വരുന്ന അത്രയും ഇലക്ട്രോൺ പെയറാണ് എപ്പോഴും കഴിയുന്നതും മെറ്റൽ സ്വീകരിക്കുന്നത്. ഏത് നോബിൾ ഗ്യാസ്? ആ മെറ്റൽ പീരിയോഡ് ടേബിളിൽ ഏത് ഗ്രൂപ്പിലുണ്ടോ അതിന്റെ അവസാനം വരുന്ന, മനസ്സിലായില്ലേ? ഏത് ഗ്രൂപ്പിൽ ഏത് പീരീഡിലാണോ ആ മെറ്റൽ ഇരിക്കുന്നത്. ഇപ്പൊ അയൺ ആണെങ്കിൽ അത് മൂന്നാമത്തെ പീരീഡിലാണ്, മനസ്സിലായില്ല? അയൺ അല്ലെങ്കിൽ 3D സീരീസിൽ ഇതിന്റെ അറ്റത്ത് വരുന്നവരാണ് നമുക്കറിയാം ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2, 10, 18, 36. Okay. So iron belongs to the fourth period, and the noble gas present in the fourth period is a krypton. And we can see that in forming a complex compound or a coordination compound, the tendency of iron is to attain an effective atomic number that is equal to that of the noble gas in that period. ആ പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസ് ആരാണോ അതിന്റെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എത്രയാണോ, അതിന്റെ ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ അല്ല, അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണോ ആ നമ്പർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ആരും ശ്രമിക്കുക. അത് അയൺ ആയാലും ശരി, കൊബാൾട്ട് ആയാലും ശരി, മാംഗനീസ് ആയാലും ശരി, ക്രോമിയം ആയാലും ശരി, നിക്കൽ ആയാലും ശരി, ആ ഗ്രൂപ്പിൽ എല്ലാവരും ഇതിനെ ശ്രമിക്കുക ഈ 36 എത്താനാണ്. ആ 36 എത്താൻ വേണ്ടി എന്തുമാത്രം ഇലക്ട്രോൺസ് കൂടുതൽ കിട്ടണോ അതിന്റെ പകുതി ആയിരിക്കും അതിന്റെ കോർഡിനേഷൻ. എന്താ ഈ 2 ഇലക്ട്രോൺ ആണ് കിട്ടുന്നത്. ഒരു കോർഡിനേഷൻ പറഞ്ഞാൽ 2 ഇലക്ട്രോൺ ആണ് കിട്ടുന്നത് അല്ലേ? നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം, വളരെ ക്ലിയർ ആവും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊന്നും ഇങ്ങനെയല്ല, വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. പറയാനുള്ള സമയക്കുറവുകൊണ്ടാണ് നമ്മൾ വേഗം അടിച്ചു വെല്ലിച്ച് പോകുന്നത്. ശ്രദ്ധിക്കുക. ഈ കോമ്പൗണ്ട് എടുക്കും CuNO3 times Cl3. ഇതില് നമ്മൾ പറഞ്ഞ് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഈസ് ഡിഫൈൻഡ് ഫോർ ദി സെൻട്രൽ മെറ്റൽ ആറ്റം. ഒരു കോംപ്ലക്സിൽ മെറ്റൽ ആറ്റത്തിനാണ് നമ്മൾ പറയുന്നത് ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ എത്രയാണെന്ന് പറയുന്നത്. അപ്പോൾ കൊബാൾട്ട് അറ്റോമിക് നമ്പർ നമുക്കറിയാം 27 ആണ്. എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കൊബാൾട്ടിന് 27 ഇലക്ട്രോൺസ് ഉണ്ട്. 27 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതിൽ കൊബാൾട്ട് നമുക്കറിയാം കൊബാൾട്ട് എത്രയാണ്? 3+ ആണ്. 3 ഇലക്ട്രോൺ ക്ലോറൈഡ് കൊടുത്തു. 27ൽ നിന്ന് 3 കുറഞ്ഞ് 24 ഉണ്ടാവും കൊബാൾട്ട് 3+. കൊബാൾട്ട് അല്ല, ഇവിടെ കൊബാൾട്ട് 3. കാരണം എന്താണ്? കൊബാൾട്ട് 3 ആണ് ക്ലോറൈഡുമായിട്ട് പ്രൈമറി വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ, കൊബാൾട്ട് ക്ലോറൈഡ് ഫോം ചെയ്യുമ്പോൾ, COCl3 ഫോം ചെയ്യുമ്പോൾ ഒരു കൊബാൾട്ട് അതിൻ്റെ 27 ഇലക്ട്രോൺസിൽ 3 ഇലക്ട്രോൺസ് ആയിരിക്കും ക്ലോറിന് കൊടുത്തു. ഓരോ ക്ലോറിന് കൊടുത്തത് ക്ലോറൈഡായി മാറി. മനസ്സിലായില്ലേ? ക്ലോറിന് ഉള്ള ഇലക്ട്രോൺസ് ഒന്നും കൂടുതൽ ക്ലോറൈഡായി മാറുമ്പോൾ. അതുകൊണ്ട് അപ്പോൾ കൊബാൾട്ട് 3 എന്ന് പറഞ്ഞാൽ 3+ ആണ്. 3+ പറഞ്ഞാൽ 3 ഇലക്ട്രോൺ കുറഞ്ഞു. 27 3 പറഞ്ഞാൽ എന്തിനാണ്? 27 - 3 = 24. ഈ 24 ഇലക്ട്രോൺ സ്വന്തമായിട്ടുള്ള കൊബാൾട്ട് 3+ ആണ് എന്ത് ചെയ്യുന്നത്? 6 അമോണിയ മോളിക്യൂളായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. 6 അമോണിയ മോളിക്യൂൾസ് ഓരോ അമോണിയ മോളിക്യൂൾ എന്താ ചെയ്യുന്നത്? ഈ 2 ഇലക്ട്രോൺസ് കൊടുക്കുന്നു. അപ്പോഴോ 6 അമോണിയ മോളിക്യൂള് 6 2 12 ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുന്നു. ആർക്ക്? കൊബാൾട്ട് 3+ന്. കൊബാൾട്ട് 3+ന് 24 ഇലക്ട്രോൺസ് ഉണ്ട്. അതിന്റെ കൂടെ 12 ഇലക്ട്രോൺ 6 അമോണിയയിൽ നിന്ന് കിട്ടും. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറൗണ്ട് കൊബാൾട്ട് ഇൻ ദിസ് സ്പീഷീസ് ഈസ് 36. 36 is the effective atomic number of cobalt in this species. COCl3 6NH3 എന്നുള്ള സ്പീഷീസിലെ അല്ലെങ്കിൽ CONO3 6 times Cl3 എന്നുള്ള കോംപ്ലക്സിലെ effective atomic number of cobalt is calculated in this manner, and we can see it comes to 36, which is the same as the atomic number of krypton. നേരത്തെ പറഞ്ഞ പോലെ ആ ഫോർത്ത് പീരീഡിലെ അങ്ങേ അറ്റത്ത് ലാസ്റ്റിൽ വരുന്ന നോബിൾ ഗ്യാസ് ആരാണ്? ക്രിപ്റ്റോൺ ആണ്. അപ്പൊ ക്രിപ്റ്റോണിന്റെ നമ്പറായ 36 കിട്ടാൻ വേണ്ടി ഇലക്ട്രോൺസ് ക്രിപ്റ്റോൺ ന്യൂക്ലിയസിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 36 ഇലക്ട്രോൺസ് ഉണ്ട്. അതേ നമ്പർ കിട്ടാൻ വേണ്ടി ഈ കൊബാൾട്ട് ശ്രമിക്കുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? 6 അമോണിയം മോളിക്യൂൾസ് പിന്നെയും കൊബാൾട്ട്. നേരത്തെ കൊബാൾട്ട് 3 ക്ലോറൈഡ് ചേർന്ന് COCl3 ഉണ്ടായി. അതൊരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അമോണിയം കിട്ടിക്കഴിഞ്ഞാലോ 6 അമോണിയ പിന്നെയും ചേർക്കും. അമോണിയ എന്താ ചെയ്യുന്നത്? അമോണിയ ഒന്നും ചെയ്യുന്നില്ല. ഓരോ അമോണിയയും ഒരു ലോൺ പെയർ വെച്ചിട്ട് കൊബാൾട്ടിന് കൊടുക്കും. 6 അമോണിയം കൂടി 6 12 ഇലക്ട്രോൺസ് കൊടുക്കും. 24 നേരത്തെ ഉണ്ട്, 27 ശ്രദ്ധിക്കുക കൊബാൾട്ട് 3 ആണ്.
അപ്പോൾ 24 12 36, that is the effective atomic number of cobalt, and that is the same as the atomic number of a krypton,